ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ നെജിലത്താത്തനെ അറിയാവോ? നെജിലത്താത്ത ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷാജി ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് ഷാജിനെ കുറ്റം പറഞ്ഞ വീഡിയോ ഒക്കെ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു താത്തയാണ്. പ്രത്യക്ഷത്തിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഷാജിന്റെ സെയിം മറ്റൊരു വേർഷൻ പോലൊക്കെ തോന്നും. കാരണം എത്തിയുമായിട്ടുള്ള 3 മക്കളാണ് അവർക്കുള്ള. എത്തിയുമാണെന്ന് പറയുന്നു, അറിയില്ല. മൂത്ത 2 മക്കളുടെ ബാപ്പ നിലവിൽ ജീവിച്ചിരിക്കുന്നു എന്നും അറിയാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എത്തിയും മക്കൾ എന്ന് പറയുന്നതിന് അർത്ഥമില്ലല്ലോ. അതെന്തോ ആട്ടെ, അവരുടെ പേഴ്സണൽ ഇഷ്യൂ ആണ്. ഞാൻ പറയാൻ വന്ന അതൊന്നുമല്ല. ഈ താത്തേനെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുക്കി പറയാം. മഷ്റൂറ ഫാത്തിമ എന്നാണ് ഇവരുടെ ചാനലിന്റെ പേര്. നെജില എന്നുമാണ് ഈ ചാനൽ നടത്തുന്ന വ്യക്തിന്റെ പേര്. ഈ താത്ത എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷാജി ഇഷ്യൂന്റെ സമയത്ത് അവരെ കുറ്റം പറഞ്ഞൊക്കെ മുന്നോട്ട് വന്നൊരു താത്തയാണ്. അപ്പൊ എല്ലാവരും എന്താ മഷൂറ ഫാത്തിമേനെ പോയി സപ്പോർട്ട് ചെയ്തു. അതായത് ഷാജിദേനോട് ദേഷ്യമുള്ള ആൾക്കാരൊക്കെ മഷൂറ ഫാത്തിമേനെ പോയി സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഈ താത്ത മുന്നോട്ട് കുതിച്ചുയർന്നു. സബ്സ്ക്രൈബേഴ്സ് ഇതാ കയറുന്നു, വ്യൂസ് അതാ കയറുന്നു, ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നു. ഈ താത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഭയങ്കര ലോ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. താത്തയ്ക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നില്ല. വീട് പണി നടക്കുമായിരുന്നു. 3 മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് താത്ത റബ്ബർ ടാപ്പിങ്ങിന് ഇറങ്ങുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന സമയത്ത് കുടിവെള്ളം എടുക്കാതെ പോകുന്നു. എന്നിട്ട് വീഡിയോയിൽ ഇങ്ങനെ സഹതാപം പോലെ ഇങ്ങനെ കാണിക്കുന്നു, ദാഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയിലൊക്കെ കാണിക്കുന്നു. നിങ്ങൾക്ക് എന്താ ഒരു വെള്ളം കുറച്ച് കുപ്പിയിലാക്കി കൊണ്ടുപോകാൻ അറിയത്തില്ലായിരുന്നു? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ കുറച്ച് സെന്റിമെന്റ് സീനൊക്കെ ഉണ്ട് താത്തയ്ക്ക്. അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ. പക്ഷെ സംഭവത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ നെജിലത്താത്ത അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കയറി, വ്യൂസ് കയറി, ഇപ്പൊ അത്യാവശ്യം മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ ആയി. $1 ഇപ്പൊ അടുത്ത മാസം അങ്ങനെ വരാൻ പോകുന്നു. ഫസ്റ്റ് ഏർണിങ്സ് വരാൻ പോകുന്നു. നല്ല കാര്യം, അടിപൊളിയായിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ പറയാൻ വന്നത്, ഈ താത്ത ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് സഹായിച്ചിട്ടൊക്കെയാണ് ഇവരുടെ ഇപ്പം വീട് പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കൾക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ കിട്ടി. അൽഹംദുലില്ലാ, നല്ല കാര്യമാണ്. മക്കൾ സന്തോഷിക്കട്ടെ. നമ്മുടെ ജീനൂസ് ഒക്കെ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഈ മക്കളെ സന്തോഷം കണ്ടൊക്കെ ജീനൂസ് ഒക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാനും ഈ നെജിലേനെ പോയി സപ്പോർട്ട് ചെയ്ത് കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ദുഃഖിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും സഹായിച്ചു. എല്ലാവരുടെയും സഹായം ചോദിച്ചു വാങ്ങിയിട്ടാട്ടോ സഹായിച്ചത്. അല്ലാതെ നല്ല രീതിയിൽ അങ്ങോട്ട് സ്വയം സഹായിക്കണം എന്ന് തോന്നി സഹായിച്ച ആൾക്കാരും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ ഈ താത്ത ചെയ്യുന്ന വീഡിയോസിലൊക്കെ എല്ലാ ദിവസവും ഇല്ലായ്മയും വല്ലായ്മയും മാത്രമാണ്. ഒരിക്കൽ പോലും താത്ത ഉണ്ടെന്ന് പറയുന്നത്, എന്തെങ്കിലും സാധനം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഓരോ വീഡിയോയിലും ഇങ്ങനെ മക്കളെ കാണിച്ചും അതുപോലെ തന്നെ അവരുടെ സെന്റിമെന്റ്സ് ഷോ ഒക്കെ ഇറക്കി സഹതാപം പിടിച്ചു വാങ്ങി. അതാണ് ഇവരുടെ ട്രിക്ക് കേട്ടോ. സബ്സ്ക്രൈബേഴ്സിനെ വീഴ്ത്താനുള്ള ട്രിക്കാണ് ഇവരുടെ. അങ്ങനെ അവര് അത്യാവശ്യം രീതിയിൽ വീടും കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പൊ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം മോശമില്ലാത്തൊരു വീട് തന്നെയാണ്. ആരും കണ്ട അയ്യെന്നൊന്നും പറയത്തില്ല. അങ്ങനെ വീടും കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പൊ വീഡിയോ ചാനലായിട്ട് മുന്നോട്ട് പോവാണ്. അതിനിടയ്ക്ക് നമ്മുടെ താത്ത 2-3 ചാരിറ്റി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുമ്പും വാലും ഒന്നും ഇല്ല. ചുമ്മാ ഇവരുടെ തന്നെ ഗൂഗിൾ പേ നമ്പറൊക്കെ വെച്ചിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ചാരിറ്റി വീഡിയോ പോലെയൊക്കെ ഒന്ന് ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതെന്തോ ആട്ടെ, ആദ്യമൊക്കെ എല്ലാരും കണ്ണടച്ചു. ഞാനും ആ സമയത്ത് വിചാരിച്ചിട്ട് തന്നു, ഇവര് തന്നെ നേരെ നിന്നിട്ടില്ല. സ്വയം ഒന്ന് ഇരുന്നിട്ട് വേണ്ടേ കാല് നീട്ടാൻ വേണ്ടിയിട്ട്. ഇവര് തന്നെ ഇരിക്കാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുന്നേ തന്നെ മറ്റൊരാളുടെ കാല് കൂടി വലിച്ചു നീട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നമ്മുടെ നെജിലത്താത്ത. അങ്ങനെ നമ്മുടെ നെജിലത്താത്ത ഇല്ലായ്മയും വല്ലായ്മയും മാത്രം പറഞ്ഞ് വീഡിയോ ചെയ്തു വരികയായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ 2-3 ചാരിറ്റി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് 2 ദിവസം മുന്നേ നമ്മുടെ താത്ത മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചാരിറ്റി വീഡിയോ തന്നെയാണ് കേട്ടോ. ആ വീഡിയോയില് ഒരു തുമ്പും വാലും ഒന്നുമില്ല. ചുമ്മാ ഏതോ ഒരു വീടിന്റെ ചായ്പ് പോലുള്ള ഭാഗമൊക്കെ കാണിച്ചിട്ട്, അത് വീടാണെന്നാണ് പറയുന്നത്. ഓക്കെ, വീടാണെങ്കിൽ വീട്, അങ്ങനെ ഒരു ചായ്പ് ഭാഗമൊക്കെ കാണിച്ചിട്ട് നമ്മുടെ നെജിലത്താത്ത പറയാണ്, നെജിലത്താത്തൻ്റെ കൂട്ടുകാരിയാണ്, കൂട്ടുകാരന്റെ വീട് ജപ്തിന്റെ വക്കീലാണ്. അപ്പൊ എല്ലാവരും ഒന്ന് സഹായിക്കണം, നമുക്കൊരു 100 രൂപ ചലഞ്ച് വെച്ചാലോ? വീഡിയോ കണ്ടിട്ട് വരാം. പക്ഷെ ഇത് ജപ്തിയുടെ ഇത്രയും ഘട്ടമായി. അപ്പോഴും നമുക്കൊരു 100 രൂപ, ഞാൻ 5-ാം തീയതിയിലത്തേക്ക് പറഞ്ഞത് അറിയാമോ? എല്ലാവർക്കും ശമ്പളം 5-ാം തീയതി 10-ാം തീയതി. നമുക്കൊരു 100 രൂപ അവർക്ക് വേണ്ടി കൈ കോർക്കാം. നിങ്ങളെ ഒരേ സഹായം, നമ്മൾ ആളെന്തോ ജീവിക്കട്ടെ, എങ്ങനെയോ ജീവിക്കട്ടെ, ഓരോരുത്തരെ സഹായിക്കുമ്പോൾ നമ്മളൊരു രോഗം ജപ്തിയൊക്കെ വന്നാൽ കൂടപ്പിറപ്പായിട്ട് കരുതിയാൽ ഒരുപാട് പേരെ നമുക്ക് ഹെൽപ്പാക്കാൻ പറ്റും. ഇപ്പൊ തന്നെ എനിക്ക് 41,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സംതിങ്. അപ്പൊ ഈ 41,000 പേര് എൻ്റെ വീഡിയോ കാണൂല. കുറച്ച് പേര് നജി മോളെ വീഡിയോ വേണം. അപ്പൊ ഞാൻ GP നമ്പർ ഹെഡ്ലൈനിൽ, അതായത് എൻ്റെ ഡിസ്പ്ലേ തന്നെ വെക്കുന്നുണ്ട്. ഷംന എന്നാണ് പേര്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ആ പൊന്നു മക്കൾക്ക് വേണ്ടി നമുക്കൊന്ന് സഹായം ഇതാക്കാം. കാരണം വാതിലില്ല, ഏണിങ്സ് കിട്ടിയിട്ട് വേണം. ആ വാതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ കട്ടായിട്ടിയ വീടാണ് ഞാനും. അപ്പൊ നമുക്കൊരു 100 രൂപ ചലഞ്ച് വെച്ചാലോ?
100 രൂപ ബേക്കറി വാങ്ങിക്കാൻ പോലും തികയില്ല അല്ലെ. 100 രൂപയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് നജൽ താത്തയ്ക്ക് അത്ര പോലും വാല്യൂ ഇല്ലാത്ത ഒരു സംഖ്യയാണ് 100 രൂപ എന്ന് പറയുന്നത്. ഡെയിലി 400 രൂപ വരുമാനമുള്ള ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് നെജില എന്നൊക്കെ സ്വയം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പക്ഷെ നെജിലയ്ക്ക് 100 രൂപ എന്ന് പറയുന്നത് സില്ലി ആയിട്ടുള്ളൊരു തുക മാത്രമാണ്. പക്ഷെ നെജിൽ ഇങ്ങനെ സഹായം ചോദിച്ചു. ഇതിനുശേഷം ഒരു വീടിന്റെ ഒരു ചായ്പ് പോലുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു തുമ്പും വാലും ഒന്നുമില്ല. ആർക്ക് വേണ്ടിയിട്ടാണ്, ഒരു കൂട്ടുകാരെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കൂട്ടുകാരന്റെ വോയിസോ കൂട്ടുകാരന്റെ വീഡിയോ ഫോട്ടോയോ. അപ്പൊ ജപ്തിയാന്ന് പറഞ്ഞു. ജപ്തി നോട്ടീസ് ബാങ്കിൽ നിന്ന് എന്തായാലും ജപ്തിയാണെങ്കിൽ ജപ്തി നോട്ടീസ് ഉണ്ടാവില്ലോ, അതുപോലും കാണിക്കുന്നില്ല. അങ്ങനെ തുമ്പും വാലും ഒന്നും ഇല്ലാത്ത ഒരു വീഡിയോ ആണ് നമ്മുടെ നെജില താത്ത ഷെയർ ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതിന് മുന്നേ ഇവർ ചെയ്ത വീഡിയോയിലൊക്കെ ഇവർ സ്വന്തം ഗൂഗിൾ പേ നമ്പറാണ് വെച്ചത്. സാധാരണ നമ്മൾ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് ആർക്കാണോ ക്യാഷ് പോകേണ്ടത് അവരുടെ ഗൂഗിൾ പേ നമ്പറിലെ വെക്കാറുള്ള പല ഫേമസ് ആയിട്ടുള്ള ചാരിറ്റി നടത്തുന്ന ആൾക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ നെജില താത്ത തികച്ചും വ്യത്യസ്തയാണ് കേട്ടോ. സ്വന്തം ഗൂഗിൾ പേ നമ്പറാണ് കൊടുക്കുള്ളൂ. അത് ഒരു പങ്ക് അടിച്ചു മാറ്റാനാണോ ഇനി മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പൊ എന്ത് തന്നെയായാലും അങ്ങനെ മുന്നേ ചെയ്ത ചാരിറ്റി വീഡിയോസിലൊക്കെ ആൾക്കാർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ നമ്പർ വെക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നെജിൽ താത്ത എന്ത് ചെയ്തു, ഇനി ആ ട്രിക്ക് ഏക്കത്തില്ലെന്ന് മനസ്സിലായിട്ട് നമ്മുടെ നെജിൽ താത്ത ഈ ഒരു പ്രാവശ്യം നമ്മുടെ 3ാമത്തെ ചാരിറ്റി വീഡിയോയിൽ നമ്മുടെ നെജിൽ താത്ത ഷംന എന്ന് പറഞ്ഞൊരു കൂട്ടുകാരിന്റെ നമ്പർ തന്നെയാണ് വെച്ചേക്കുന്നത്. പക്ഷെ നെജിൽ താത്ത ഈ വീഡിയോയിൽ ആവർത്തിച്ച് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് ആരെങ്കിലും ക്യാഷ് ഇടുന്നുണ്ടെങ്കിൽ ക്യാഷ് ഇടുന്ന ആൾക്കാരൊക്കെ നെജിലേക്ക് സ്ക്രീൻഷോട്ട് ഇടണമെന്ന്. അതെന്തിനാണ് നെജിൽ താത്ത കണക്കറിയാൻ വേണ്ടിയിട്ടായിരിക്കും. എത്ര കിട്ടിയെന്ന് ലാസ്റ്റ് വീതിച്ചെടുക്കുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അറിയില്ല. അപ്പൊ നമ്മുടെ നെജിൽ താത്ത അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമന്റുമായിട്ട് വന്നു. സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിക്കും, എല്ലാരും ഇപ്പം ഒരു കാക്കയുടെ ഫോട്ടോ കാണിച്ചിട്ട് തവളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പൊട്ടന്മാരെ വിശ്വസിക്കും. പക്ഷെ ബുദ്ധിയുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പൊ ചോദിക്കും തവളയല്ലല്ലോ ഇത് കാക്കയല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാര് കമന്റ് ബോക്സിൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, ഈ സ്ത്രീന്റെ ഭർത്താവ് എവിടെ, എത്രയാണ് ജപ്തി തുക, എന്താണ് ജപ്തി നോട്ടീസ് കാണിക്കാത്തത് എന്നൊക്കെ രീതിയിലുള്ള ഓരോ സബ്സ്ക്രൈബേഴ്സിന്റെ എന്താ പറയാ ഡൗട്ട്സ് അവർ കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യും, നെജിൽ ഒന്നില്ലെങ്കിൽ ആ കമന്റ് റിമൂവ് ചെയ്യും. അതല്ലെങ്കിൽ ആ വ്യക്തിനെ കമന്റ് ഇടുന്ന വ്യക്തിനെ കളിയാക്കിക്കൊണ്ടിട്ടുള്ള മറുപടികളാണ് നെജില കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിനയ കുഞ്ഞിതയായിട്ടുള്ള നെജില താത്തയുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മതി. സീരിയസ് ആയിട്ട് ആൾക്കാർ ജെന്യൂൻ ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ആൾക്കാരെ കമന്റ് ഇടുന്ന ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള മറുപടികളാണ് നെജില താത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ജെന്യൂൻ ആയിട്ട് സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് കാണിക്കാത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് അതിന് വ്യക്തമായിട്ടുള്ള ജെന്യൂൻ ആൻസർ കൊടുക്കണ്ടേ നിങ്ങൾ, അത് നിങ്ങൾ കൊടുക്കുന്നില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മറ്റൊരു കാരണം, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് ചെയ്യേണ്ട എന്ന് വിചാരിച്ചാണ്. കാരണം ഇത് മതത്തിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമ്മളെ ആൾക്കാർ പൊങ്കാലയിടാൻ വരും. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാനിത് ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷെ പേഴ്സണലി എനിക്ക് കുറച്ച് ഇൻസൾട്ട് ഉണ്ടായതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറയാം, നെജില താത്ത പങ്കുവെച്ച ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, എന്താ പറയാ ഇവരുടെ മക്കൾക്ക്, അതായത് ഈ ഷംന എന്ന് പറയുന്ന കൂട്ടുകാരന്റെ ഏതൊരു കുട്ടിക്ക്, മോക്കാണോ മോനാണെന്ന് അറിയത്തില്ല, ഏതൊരു കുട്ടിക്ക് അനീമിയ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അനീമിയ എന്ന് പറഞ്ഞൊരു അസുഖം. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് ആൾക്കാർ വിചാരിക്കും എന്തോ ഒരു മഹാ അസുഖമാണ്, വലിയൊരു അസുഖമാണ് അനീമിയ എന്ന് പറയുന്നത് ആൾക്കാർ വിചാരിക്കും. സംഭവം അനീമിയ എന്ന് പറഞ്ഞത് പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനീമിയാസ് ഉണ്ട്. അതില് എന്താ പറയാ നിങ്ങൾ ഈ സിക്കിൾ സെൽ അനീമിയ, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, അങ്ങനെ പല വെറൈറ്റീസ് ആയിട്ടുള്ള അനീമിയാസ് ഉണ്ട് കേട്ടോ. സീരിയസ് ആയിട്ടുള്ള അനീമിയാസും ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ സിമ്പിൾ ആയിട്ട് നമ്മുടെ രക്തക്കുറവ്, മലയാളത്തില് നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ ചെറിയൊരു കുറവ്, അത് നന്നായിട്ട് നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളും ഡേറ്റ്സും അനാറും അതുപോലെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാറാവുന്നേ ഉള്ളൂ. ഇനി അതിന്റെ കൂടാതെ കുറച്ച് അയൺ സപ്ലിമെന്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന ഒരു അസുഖമാണ്. അതിനെ വലിയ എന്തോ ഒരു സംഭവമാക്കി അനീമിയ എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങ് വലിയ എന്തോ സംഭവമൊക്കെ ചിത്രീകരിക്കുകയാണ് അവര്. അപ്പോ ഇത് കാണുന്ന കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവർക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയാസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവര് വിചാരിക്കും അയ്യോ പാവം ആ മോക്ക് അനീമിയ എന്ന് പറയുന്നൊരു അസുഖമാണ്, അപ്പൊ ചികിത്സിക്കാൻ പോലും പൈസ ഇല്ല, ആ സമയത്ത് ജപ്തി കൂടി വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ കുടുംബത്തിന്റെ അവസ്ഥ. അങ്ങനെ സഹതാപം അങ്ങ് വാരി വിതറുകയാണ്. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ അവിടെ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റ് ആയിട്ട്, അനീമിയ അത്ര വലിയൊരു അസുഖമല്ലല്ലോ എന്ന്. അപ്പൊ അതിന് എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് പല മറുപടികളും വന്നിട്ടുള്ളത്. പിന്നെ അവരെന്നെ ബ്ലോക്ക് ചെയ്തു. എന്തിനാന്ന് എനിക്കറിയില്ല. അങ്ങനെ പേഴ്സണലി എനിക്കൊരു ഇൻസൾട്ട് ആയ പോലെ ഫീൽ ആയി. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇവര് അനീമിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്തോ ചിത്രീകരിക്കുന്നതാണ്. പിന്നെ അവർ ഡോക്ടർ എഴുതിയ ഷീട്ടും കാണിക്കുന്നുണ്ട്. അതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ള അനീമിയ. നമ്മൾ നോർമലി എന്തെങ്കിലും പനിക്കോ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലൊക്കെ പോകുന്ന സമയത്ത് അവിടുന്ന് നോർമലി ബ്ലഡ് ടെസ്റ്റ് എഴുതി വിടും.
അപ്പൊ നമ്മളൊരു 100 പേരുടെ ബ്ലഡ് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 80 പേർക്കും അല്ലെങ്കിൽ ഒരു 70 പേർക്കും ഈ അനീമിയ, ചെറിയ രീതിയിൽ അനീമിയ ഉണ്ടാവും. അത് ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണമാണ്. അത് ഇത്ര വലിയ സംഭവമൊന്നുമല്ല. പിന്നെ ജപ്തി എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുമ്പോൾ 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 5 ലക്ഷം അങ്ങനെ വലിയൊരു എമൗണ്ട് ആയിരിക്കും ബാങ്കിൽ നിന്ന് ജപ്തിയായിട്ട് വന്നിട്ടുണ്ടാവുക. അപ്പോൾ വേറൊരു നിവൃത്തി ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കുന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ തുക കേട്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടു കേട്ടോ. വമ്പൻ തുകയാണ്. 22,000 രൂപയോ 25,000 രൂപയോ അങ്ങനെ അത്ര ചെറിയൊരു തുക മാത്രമാണ്. ഞാൻ ആ സംഖ്യനെ കുറച്ച് കാണുകയല്ല, പക്ഷെ അത്രയും രൂപ മാത്രമാണ്. നമ്മൾ കൂലിപ്പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി 1000 രൂപ കിട്ടും. എല്ലാ ചെലവും കഴിഞ്ഞ് 500 രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പോട്ടെ 200 രൂപ. ഇവര് സംഭവം ജപ്തിയൊന്നുമല്ല, ഇവരെന്തോ വീടിന്റെ ആധാരോ എന്തോ വെച്ചിട്ട് എന്തോ ലോണോ കാര്യമോ എന്താ എടുത്തിട്ടുള്ളതാണ്. അത് അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോഴുള്ള സിറ്റുവേഷൻ ആണ്. ഇവർക്ക് ഭർത്താവില്ലേ? ഞാൻ അതാ ചിന്തിക്കുന്നത്. ഇവർക്ക് ഭർത്താവില്ലേ? ഭർത്താവിന്റെ കാര്യം ഇവർ എവിടെയും പറയുന്നില്ല കേട്ടോ. ഭർത്താവില്ലേ? ഇല്ലെങ്കിൽ ഇവർക്ക് ജോലിക്ക് പോയിക്കൂടെ? പോട്ടെ, കുഞ്ഞു മക്കളെ വെച്ച് ജോലിക്ക് പോകാൻ പറ്റൂല എന്ന് ഇവരൊരു ന്യായം പറയായിരിക്കും. ഭർത്താവില്ലേ? ഭർത്താവിന് ജോലിക്ക് പോയിക്കൂടെ? അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന എന്തോരം സ്വയം തൊഴിലുകളുണ്ട്. 2 അച്ചപ്പം ഉണ്ടാക്കി വിറ്റൂടെ? 25,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് നെജില വലിയൊരു ചാരിറ്റി നടത്തുന്നത്. ഇപ്പൊ ഓക്കെ, നമ്മൾ അർഹതപ്പെട്ടവർക്ക് നമ്മൾ സഹായിക്കണം. ഇപ്പൊ വല്ല മാറാരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു, സർജറി ചെയ്യാൻ ക്യാഷ് ഇല്ല, അതുപോലെ തന്നെ എമർജൻസി ആയിട്ട് സർജറി ചെയ്തില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു 10-20 ലക്ഷം രൂപേനെ ജപ്തി, പൊടിക്കുഞ്ഞാണ്, വേറെ ഇറങ്ങാൻ മാർഗമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൾക്കാർ സഹായിക്കണം, അതങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് സഹായിക്കണം. പക്ഷെ ഇത് ഒരു 22,000-25,000 രൂപയ്ക്കാണ് നമ്മുടെ നെജിലത്താത്ത 41,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൽ വന്നിട്ട് 100 രൂപ ചലഞ്ച്. ഒരാള് 100 രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ 41,000 × 100. നെജിലത്താത്ത കണക്കറിയാത്ത കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിക്ക് കണക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് 100 രൂപ ചലഞ്ച് തുടങ്ങിയത് അല്ലേ നെജിലത്താത്ത? അങ്ങനെ 41,000 × 100 വെച്ചത് തന്നെ 41 ലക്ഷമായി. 22,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 25,000 രൂപയ്ക്കാണ് 41 ലക്ഷം. അപ്പൊ എല്ലാവരും ചോദിക്കും, ഈ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും തന്നെ 100 രൂപ കൊടുക്കണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതിന്റെ പകുതി കൊടുക്കാലോ, 21,000 ആൾക്കാർ കൊടുക്കാലോ. പോട്ടെ, അതിന്റെ പകുതി 11,000 ആൾക്കാർ കൊടുക്കാലോ. 10,000 എന്നാൽ തന്നെ 10 ലക്ഷം രൂപയായി. നമ്മുടെ നെജില തന്നെ പറയുന്നുണ്ട്, പല താത്തമാരും 500 ഇട്ടവരുണ്ട്, 1000 ഇട്ടവരുണ്ട്, എല്ലാരും 100 അല്ല കേട്ടോ. അപ്പൊ നെജിലേന്റെ ഒക്കെ ഉദ്ദേശം എന്തായിരുന്നു? ബാക്കിയുള്ള പണം പോക്കറ്റിലിട്ട് പുട്ടടിക്കാന്നാണോ? ഇതൊന്നും ആരും കണക്കും കാര്യങ്ങളൊന്നും ചോദിക്കാൻ വരില്ല എന്നാണോ നെജിൽ താത്ത വിചാരിച്ചിരുന്നത്? നിങ്ങൾ പറയുന്ന മാത്രം എല്ലാരും വിശ്വസിച്ചു വേണം. നിങ്ങൾ പറയുന്നതാണ് സത്യം. നിങ്ങളുടെ വാമൊഴി മാത്രമല്ലല്ലോ, എന്തെങ്കിലും ഒരു പ്രൂഫ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചുമ്മാ പറയാണ് 5,000 കിട്ടിയത് ഞാൻ ബാങ്കിൽ അടച്ചു. ആ ബാങ്കിൽ അടച്ച ഡീറ്റെയിൽസ് കാണിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കൂട്ടുകാരി ഷംനയ്ക്ക് ആ ജപ്തി നോട്ടീസ് ഒന്ന് കാണിക്കാമായിരുന്നല്ലോ. അതെന്തുകൊണ്ട് കാണിച്ചില്ല? അത് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കളിയാക്കുകയാണ് നമ്മുടെ നെജിലത്താത്ത. എന്തിന്? കുറെ മാഷാ അല്ലാ, ഇൻഷാ അല്ലാ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വേർഡ്സിനെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ അപമാനിക്കോ അവഹേളിക്കോ ഒന്നും ചെയ്യുന്നല്ല. എല്ലാ വേർഡ്സിനും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇസ്ലാം ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ചില വേർഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വിചാരിക്കും അതിന്റെ കൂടെ കുറച്ച് വിനയവും സെന്റിമെന്റ്സും കൂടി വാരി വിതരണം കേട്ടോ. അങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത് ആൾക്കാർ വിചാരിക്കുന്ന എന്താ, എന്തൊരു പാവം, എന്തൊരു ദീനിബോധമുള്ള സ്ത്രീ. നിങ്ങളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നെജില എന്ന് പറഞ്ഞൊരു സ്ത്രീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം പാവമായിരുന്നു കേട്ടോ. പക്ഷേ പുള്ളിക്കാരത്തേക്ക് ഈ ചാരിറ്റി 2-3 ചാരിറ്റി വീഡിയോ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്ത് പൈസ വന്ന് അതിന്റെ രുചി അങ്ങ് പിടിച്ചു പോയി താത്തയ്ക്ക്. അപ്പൊ താത്ത ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിൽ എന്തോരം ചാനലുകളുണ്ട്. ഇവർക്കൊക്കെ ഡെയിലി ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിൽ പോയിട്ട് അങ്ങ് വീഡിയോ ചെയ്തിട്ടാ പോലെ നെജില. സംഭവം നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഒരു പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷെ നമ്മളൊരു പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയുന്ന സമയത്ത് അതിന് അറ്റ്ലീസ്റ്റ് വ്യക്തമായിട്ടുള്ള ഒരു പ്രൂഫ് എങ്കിലും കാണിക്കണം. ചുമ്മാ വാഗൊണ്ട് ആർക്ക് എന്താണ് പറയാൻ പറ്റാത്തത്? ഇല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പൊ യൂട്യൂബിൽ നിലനിൽക്കുന്നത്. അവരില്ലേ നിങ്ങൾ 0 അല്ലേ? അപ്പോ ആ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളത് വ്യക്തമായിട്ടുള്ള ജെന്യൂൻ റീസൺ പറയാൻ പഠിക്കണം. ഇല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. നിങ്ങൾക്ക് പൈസ മാത്രം മതിയോ? ജനങ്ങളെ, നിങ്ങൾക്ക് പൈസ തരുന്ന ആൾക്കാരെ നിങ്ങൾ കാര്യം കൂടി ബോധ്യപ്പെടുത്തണ്ടേ? ശരിക്കും പറഞ്ഞാൽ നെജിലയ്ക്ക് ബുദ്ധി ഇല്ലാത്തതാണോ ഇനി എനിക്കറിയില്ല എന്താണ്. ഈ ചാരിറ്റി ഒക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമല്ല. നമ്മൾ ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും.
അത് വലിയ പൊല്ലാപ്പിലേക്കായിരിക്കും പോകും. അതൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്താണ് നമ്മുടെ ഷംനത്താത്ത, നമ്മുടെ നജിലേന്റെ കൂട്ടുകാരി ഷംന ഇന്നൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്. എന്നാ പിന്നെ അതിന് പറഞ്ഞാൽ പോരായിരുന്നോ? നജിലേന്റെ ചാനലിൽ വന്ന് പറയുന്നു. മേ ബി രണ്ടുപേർക്കും കൂടി ഷെയർ എടുക്കാനുള്ള ഐഡിയ ആണോ അറിയില്ല. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ സത്യമായിരിക്കണം എന്നില്ല. പലരും ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പണമാണ് ആവശ്യം. പണം കിട്ടാൻ വേണ്ടി എന്തും എല്ലാവരും ചെയ്യും. അപ്പൊ എന്ത് ഉടായ്പ കാണിച്ചും പണം നേടുക എന്നതാണ് ഇന്നുള്ള 99.9% ആൾക്കാരുടെ ഉദ്ദേശം. അപ്പൊ കുറച്ച് ദീനിയായിട്ടുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ അങ്ങ് വാരി വെതറി കുറച്ച് വിനയകുനീതിയായി നിന്ന് ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഇത് ജെന്യുവൻ ആയിട്ടുള്ള റീസൺ ആണോ? അവരെ അർഹയാണോ? സഹായത്തിന് അർഹനാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് മാത്രം സകല കാര്യങ്ങളും അന്വേഷിച്ചിട്ട് മാത്രം നമ്മൾ അവർക്ക് സഹായം ചെയ്യുക. അല്ലാതെ നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിക്കുകയാണ്, നമ്മളിപ്പോ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ത്രീയോ പുരുഷനോ നിന്നിട്ട് കാണാനൊക്കെ ഭയങ്കര പാവം പോലെ ഇരിക്കുന്ന ഒരു പാവപ്പെട്ട ഒരാള് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി നിൽക്കുന്നു. 500 രൂപയാണെന്ന് പറഞ്ഞു. നമ്മൾ ആ പ്രൊഡക്റ്റ് ഒന്ന് നോക്കി ജസ്റ്റ് എന്താണ് സംഭവം, ഇത് നല്ലതാണോ, നമുക്ക് യൂസ്ഫുൾ ആണോ, ഇത് വാങ്ങിച്ച് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് നല്ലതാണോ, ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവോ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുള്ളൂ, അല്ലേ? അതുപോലെ തന്നെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാം കള്ളമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതുപോലുള്ള ഒരുപാട് ഉടായ്പകളുണ്ട്. ഇതിന് മുന്നേ ഞാൻ പാലക്കാടുള്ള ഒരുത്തിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വമ്പൻ ഉടായ്പായിരുന്നു. അപ്പൊ അതുപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാം സത്യമായിരിക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. പൈസ കൊടുക്കുന്നവര് സംഭവം ഒരു പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നതും ഒക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് ആ സഹായത്തിന് അവർ അർഹയാണോ എന്നുകൂടി നമ്മൾ ചിന്തിച്ചിട്ട് മാത്രം ഇങ്ങനെ പൈസ കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. എന്റെ ഈ ഒരു വീഡിയോ ഒരു മതത്തിനെ ആക്ഷേപിക്കാനോ അവഹേളിക്കാനോ ഒന്നും ചെയ്തതല്ല. ഈ ഒരു കാര്യം കണ്ടപ്പോൾ പ്രതികരിക്കണം തോന്നി, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ ദയവായിട്ട് താഴെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.